BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള പ്രമേയം ലോക്സഭയിൽ പാസ്സായിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തിനിടെ ശബ്ദ വോട്ടോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസ്സാക്കിയത്. സഭയിൽ സമാജ്വാദി പാർട്ടി MP അഖിലേഷ് യാദവും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും തമ്മിൽ രൂക്ഷമായ വാക്പോര് നടന്നിരുന്നു. മുഴുവൻ പ്രതിപക്ഷവും FCRA ബില്ലിനെ എതിർക്കുന്നുവെന്ന് പറഞ്ഞ യാദവ് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നതാണ് ഈ നിയമമെന്നും ആരോപിച്ചിരുന്നു. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്ന ഏതെങ്കിലും വ്യവസ്ഥ ചൂണ്ടിക്കാട്ടാൻ യാദവിനെ വെല്ലുവിളിച്ച റിജിജു അഖിലേഷ് യാദവ് സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. അതേസമയം FCRA ബിൽ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഭേദഗതി ബിൽ അവതരിപ്പിച്ചെങ്കിലും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ബിൽ ചർച്ചയ്ക്കെടുക്കുന്നത് സർക്കാർ അവസാന നിമിഷം മാറ്റിവെച്ചിരുന്നു. ക്രൈസ്തവ സഭകളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഇത്. 2025 മാർച്ച് 26-ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ബിൽ സഭാ സമ്മേളനത്തിൽ പാസ്സാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ FCRA ലൈസൻസ് പുതുക്കി കിട്ടാതിരിക്കുക, റദ്ദാക്കിയ ലൈസൻസ് പുനഃസ്ഥാപിക്കുകയും നിലവിലെ ലൈസൻസ് സറണ്ടർ ചെയ്യുക എന്നീ കാരണങ്ങളാൽ പൂർണ്ണമായോ ഭാഗികമായോ വിദേശ ഫണ്ട് ഉപയോഗിച്ച് ആർജിച്ച ആസ്തികൾ സ്ഥിരമായി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് ബില്ലിലെ ഏറ്റവും കിരാതമായ വ്യവസ്ഥയായി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കു നേരെ ഡൽഹിയിൽ നടന്ന പോലീസ് അതിക്രമത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളി. അമിത്ഷായുടെ പ്രസംഗം കേൾക്കാൻ പ്രതിപക്ഷത്തിന് താൽപ്പര്യമില്ലെന്നും സമരക്കാർക്കെതിരായ പോലീസ് നടപടിയിൽ മറുപടി വേണമെന്നും രാഹുൽ പ്രതികരിച്ചു. സഭയിൽ പ്രതിഷേധം കടുത്തതോടെയാണ് വർഷകാല സമ്മേളനം അവസാനിപ്പിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് വഴങ്ങി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമിത്ഷാ അറിയിച്ചത്. എന്നാൽ 20 ദിവസമായി അമിത്ഷായെ കാണാനില്ല. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് ധൈര്യമില്ല, അദ്ദേഹത്തിന് സഭയിലേക്ക് വരാൻ കഴിയില്ലെന്നുമാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. അമിത്ഷായുടെ പ്രസംഗം കേൾക്കാൻ പ്രതിപക്ഷത്തിന് താൽപ്പര്യമില്ലെന്നും സമരക്കാർക്കെതിരായ പോലീസ് നടപടിയിൽ മറുപടി വേണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.